രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഓട്സ് പുട്ട് ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഓട്സ് പുട്ട് അങ്ങനെ അധികം ഉണ്ടാക്കാറില്ല. എന്നാലും ഇന്നലെ ഉണ്ടാക്കിയിട്ട് നന്നായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇന്നും കൂടി ഓട്സ് പുട്ട് തന്നെ ഉണ്ടാക്കാമെന്ന്. അതിന് വേണ്ടി കുറച്ച് ഓട്സ് നമ്മൾ നല്ലോണം ഒന്ന് വറുത്തെടുത്തിട്ട് നമ്മുടെ പൊടിക്കണ മിക്സിയുടെ ജാറിലിട്ട് പൾസ് ചെയ്തെടുത്താൽ മതി. 1-2 പ്രാവശ്യം പൾസ് ചെയ്തെടുത്താൽ തന്നെ അത് പാകത്തിനുള്ള പൊടിയായിട്ട് കിട്ടും കേട്ടോ. ഇങ്ങനെ ഭയങ്കരമായിട്ട് ഗ്രൈൻഡ് ചെയ്തോ അല്ലെങ്കിൽ പൊടിക്കണ മാതിരി നമ്മുടെ റെഗുലേറ്റർ വെച്ചിട്ടൊന്നും പൊടിക്കണ്ട. ജസ്റ്റ് 1-2 പൾസ് എടുത്താൽ മതി. അതിന് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. ഒരു ടീസ്പൂൺ പഞ്ചസാരയും ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ. എന്നിട്ട് ഈ ക്യാരറ്റ് ഞാൻ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുത്താണ്. സാധാരണ ഞാൻ ഗ്രേറ്റ് ചെയ്താണ് ഇടാറ്. പക്ഷേ ഇത് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുത്താൽ. എന്നിട്ട് അതെല്ലാം കൂടെ മിക്സ് ചെയ്യണം. വെള്ളം ഒഴിക്കണ്ട കേട്ടോ. കാരണം ഈ ക്യാരറ്റിന് തന്നെ നല്ല വെള്ളമാണ്. അതുകൊണ്ട് വെള്ളം പ്രത്യേകം ഒഴിക്കേണ്ട കാര്യമില്ല കണ്ടോ. അല്ലാണ്ട് തന്നെ നല്ല ഇതായിട്ട്, പിന്നെ പ്രത്യേകിച്ച് നമ്മളിത് ആവിയിലോട്ട് വയ്ക്കുമ്പം അത് ഒന്നുകൂടെ നല്ല ക്യാരറ്റിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ട് ആവശ്യത്തിന് വെള്ളമായിട്ട് കിട്ടും. ഇനി നമ്മുടെ ചിരട്ടപ്പുട്ടിൻ്റെയിലാണ് ആദ്യം ഞാൻ ഉണ്ടാക്കിയത്. അതിൻ്റെ അകത്തോട്ട് ശകലം തേങ്ങ ഇട്ടിട്ട് അതിൻ്റെ അകത്തോട്ട് നിങ്ങൾക്കറിയാലോ നമ്മുടെ ഓട്സിൻ്റെ മിക്സ് എടുത്തു വെച്ചു. മുകളിൽ ശകലം തേങ്ങ ഇട്ടു. എന്നിട്ട് അടച്ചു വെച്ചിട്ട് നമ്മൾ കുക്കറിൻ്റെ മുകളിലാണ് വെക്കുന്നത്. കുക്കറിൻ്റെ മുകളിൽ വെച്ചിട്ട് പിന്നെ നല്ലോണം ആവി വന്ന് കുറച്ച് നേരം ഇരിക്കണം കേട്ടോ. ആവി വന്നു കഴിയുമ്പോൾ അങ്ങോട്ട് സിമ്മിലിട്ടിട്ട് കുറച്ച് നേരം വെച്ചേക്കണം. കാരണം ആ ക്യാരറ്റൊക്കെ ഒന്ന് വെന്ത് വരണമല്ലോ. പുട്ടപ്പം ഇവിടെ ഇങ്ങനെ റെഡി ആയിട്ടുണ്ടേ. എന്നിട്ട് നമ്മളത് ആ ചൂടാറാത്ത പാത്രത്തിലോട്ട് അങ്ങോട്ട് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് മോൾഡായിട്ട് കിട്ടും. ഇത്രയും ഇങ്ങനെ മെനക്കെടാൻ മേലാത്തതുകൊണ്ട് ബാക്കിയത് ഞാൻ കുറ്റിയിലാണ് ഉണ്ടാക്കിയത് കണ്ടോ.